ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണിത്. അപ്പോൾ നമുക്കൊന്ന് പഴയ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടും? 1, 2, 3, 4 എക്സെട്ര അല്ലേ? നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സ് തന്നെയാണ് നാച്ചുറൽ നമ്പേഴ്സ്. 1, 2, 3, 4 എക്സെട്ര വരും. ഇനി ഓൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴോ അതിൽ 0 കൂടി ഇൻക്ലൂഡ് ആണ്. 0, 1, 2, 3, 4, 5, 6 അങ്ങനെ എക്സെട്രയാണ് ഓൾ നമ്പേഴ്സ്. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്താണ്? ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും 0യും ഉൾപ്പെട്ടതാണ് ഇൻറ്റിജേഴ്സ്. പോസിറ്റീവും നെഗറ്റീവും 0യും കൂടി ഉൾപ്പെട്ട നമ്പേഴ്സാണ് ഇൻറ്റിജേഴ്സ്. നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ അതിൽ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സ് 0 ഉണ്ടാവും. അതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ 2, 3, 4 അതുപോലെ തന്നെ -1, -2 അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള നമ്പറും 0യും ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഇൻറ്റിജേഴ്സ്. ഇനി നെക്സ്റ്റ് ആണ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സും ഓൾ നമ്പേഴ്സും ഇൻറ്റിജേഴ്സ് ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് എന്ത്? റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സും ഓൾ നമ്പേഴ്സും ഇൻറ്റിജേഴ്സും ഉൾപ്പെടുന്നതാണ് റാഷണൽ നമ്പർ. അത് ഏത് ഫോമിലായിരിക്കും? P/Q എന്നുള്ള ഫോമിലായിരിക്കും. അതുപോലെ നമുക്കറിയാം P/Q എന്നുള്ള ഫോമിലായിരിക്കും, പക്ഷേ Q ഈസ് നോട്ട് ഈക്വൽ ടു 0. Q എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 എന്നുള്ളതാണ്. അതെങ്ങനെ P/Q ഫോമിലായി എന്ന് വിചാരിക്കും അല്ലേ? ഇപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സ് ആയപ്പോൾ 1, 2, 3 എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ 2 എന്നുള്ള നമ്പർ ഡിനോമിനേറ്റർ ഉണ്ടതിന് അല്ലേ? 2/1 ആണ്. 2/1നെയാണ് നമ്മൾ എന്തെന്ന് എഴുതുന്നത്? 2. 3/1നെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? 3 എന്ന് പറഞ്ഞ് എഴുതുന്നത്. അപ്പോൾ ഈ ഫോമല്ലേ P/Q ഫോമല്ലേ ഇത്? 2/1ഉം 3/1ഒക്കെ എന്ത് ഫോമുല? ഈ P/Q എന്നുള്ള ഫോമിലാണ്. അപ്പോൾ അതെല്ലാം റാഷണൽ നമ്പേഴ്സാണ്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് Q ഈസ് നോട്ട് ഈക്വൽ ടു 0. അതായത് 2/0 ഇത് റാഷണൽ നമ്പർ അല്ല. കാരണം ഡിനോമിനേറ്ററിൽ എന്താണ് വന്നിരിക്കുന്നത്? 0. Q 0 ആകാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കൊണ്ട് തന്നെ 2/0, 3/0 ഇത് വന്നത് റാഷണൽ നമ്പർ അല്ല. അതേസമയം 0/3 ആണെങ്കിൽ അതൊരു റാഷണൽ നമ്പറാണ്. ഓക്കെ. അതുപോലെ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ടെർമിനേറ്റിംഗ് ആണ്, നോൺ ടെർമിനേറ്റിംഗ് ആണ്, റെക്കറിംഗ് ആണ്. എന്താണ് ടെർമിനേറ്റിംഗ്? ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് നമ്പർ ആൻസർ കിട്ടണം അല്ലേ? അതായത് ടെർമിനേറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ 10/2. 10നെ 2 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടി? 5. 5 എന്നുള്ളത് ഒരു പെർഫെക്റ്റ് നമ്പറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെയാണ് പറയുന്നത് ടെർമിനേറ്റിംഗ് നമ്പർ. ഓക്കെ. ഇപ്പോൾ 10/2 അതൊരു ടെർമിനേറ്റിംഗ് ആണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നതാണ് നോൺ ടെർമിനേറ്റിംഗ്. എന്താണ് നോൺ ടെർമിനേറ്റിംഗ്? ഇപ്പോൾ 10നെ 3 വെച്ചാണ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 10നെ നമ്മൾ 3 വെച്ചാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും ആൻസർ? 3 3s are 9. 10ന് 9 മൈനസ് ചെയ്യുമ്പോൾ 1. നമ്മൾ എന്തിട്ട് കൊടുക്കും? ഒരു പോയിന്റ് അല്ലേ? പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ 0 ഇടാം. വീണ്ടും 3 3s are 9. 1 കിട്ടി. വീണ്ടും ഇവിടെ 0. 3 3s are 9. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. 3.333 എന്നുള്ളത്. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് നമ്പർ. അതായത് ആൻസർ ഒരു പെർഫെക്റ്റ് നമ്പർ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ നമ്പേഴ്സിനാണ് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് നമ്പർ. അതുപോലെ ഇവിടെ നോക്കിയേ 3.333 അല്ലേ? 3.333 ഈ 3 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള പിന്നെ വന്നതെല്ലാം റിപ്പീറ്റ് ചെയ്ത് അത് തന്നെ സെയിം നമ്പറിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ പറയുന്നതാണ് റെക്കറിംഗ് നമ്പർ. അപ്പോൾ ഇതുപോലെ ഈ നമ്പറിന് എന്തും കൂടി പറയാം? റെക്കറിംഗ് നമ്പർ എന്നും പറയാം. റെക്കറിംഗ് നമ്പർ. അപ്പോൾ റാഷണൽ നമ്പർ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? നാച്ചുറൽ നമ്പേഴ്സും ഓൾ നമ്പേഴ്സും ഇൻറ്റിജേഴ്സും ആണ് റാഷണൽ നമ്പേഴ്സ്. അതുപോലെ ടെർമിനേറ്റ് നമ്പറും നോൺ ടെർമിനേറ്റ് നമ്പറും
റെക്കറിംഗ് നമ്പറും ആണ് റാഷണൽ നമ്പർ. അപ്പോൾ നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്താണ് ഇർറാഷണൽ നമ്പേഴ്സ്. ഇർറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നോൺ ടെർമിനേറ്റിംഗ് ആണ്, അതുപോലെ നോൺ റെക്കറിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എൻ്റെ ആൻസർ ഒരു പെർഫെക്റ്റ് നമ്പർ ആയിരിക്കില്ല. ഇനി നോൺ റെക്കറിംഗ് എന്ന് പറഞ്ഞാലോ, അതായത് ആൻസർ ആ ആൻസറിൽ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യില്ല. നമ്മൾ തൊട്ട് മുമ്പത്തിൽ കണ്ടു ആൻസർ റിപ്പീറ്റ് ചെയ്യണം. ഇത് ആൻസർ റിപ്പീറ്റ് ചെയ്യില്ല, അതാണ് നോൺ റെക്കറിംഗ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂട്ട് ടുവിൻ്റെ ആൻസർ 1.414213 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, 4 കഴിഞ്ഞിട്ട് പിന്നെ 1 ആണ് വന്നത്, പിന്നെ 4 2 ആണ്, പിന്നെ 1 3 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സെയിം ആയിട്ടുള്ള നമ്പേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല അല്ലേ, ഒരേപോലെ പാറ്റേൺ ആയിട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? നോൺ റെക്കറിംഗ്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് എന്താണ്? നോൺ ടെർമിനേറ്റിംഗും ആയിരിക്കും, നോൺ റെക്കറിംഗും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് റിയൽ നമ്പേഴ്സ്. ചാപ്റ്ററിൻ്റെ പേര് തന്നെ അല്ലേ, റിയൽ നമ്പേഴ്സ്. എന്താണ് റിയൽ നമ്പേഴ്സ്? അതായത് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടി ചേരുന്നതാണ് റിയൽ നമ്പേഴ്സ്. റാഷണൽ നമ്പർ എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ നോക്കി അല്ലേ. അപ്പോൾ അത് രണ്ടും ചേരുന്നതാണ് എന്ത്? റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങി നമുക്ക് ചാപ്റ്ററിൻ്റെ എക്സസൈസ് ചെയ്യാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.